ഞാനിന്ന് കിംചി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഹൗസ് ബിൽഡിങ്ങിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരി വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്, ട്രസ്റ്റഡ് വെബ്സൈറ്റ്സ്. ഇതിൽ നിന്ന് നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഈ കോൺട്രാക്റ്റ് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏജൻറ്റിൻ്റെ ആവശ്യം ഇതിനകത്തില്ല, അതർ ദാൻ ജസ്റ്റ് കൺവീനിയൻസ്. ഹൗസ് ബിൽഡിങ്ങിന് യൂഷ്വലി ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉണ്ട്, B1 or B2. നിങ്ങളത് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യാം. അതിന് നമ്പർ 1 വെബ്സൈറ്റാണ് മേക്ക് ഇറ്റ് ഇൻ ജർമ്മനി. അത് ഫോറിനേഴ്സിന് വളരെ നല്ലൊരു വെബ്സൈറ്റാണ്. ഇംഗ്ലീഷിൽ എക്സ്പ്ലനേഷൻ എല്ലാം ഉണ്ട്. ഈ സെക്കൻഡ് ഈ കാണുന്ന സൈറ്റ് ജർമ്മനിയുടെ ഫെഡറൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസിയാണ്. മോസ്റ്റ്ലി ജർമ്മൻ ആണ്. തേർഡ് വണ്ണാണ് ausbildung.de. അവിടെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ മാത്രം ഓപ്പണിങ്സ് വരുന്നൊരു സൈറ്റാണ്. ഫോർത്ത് വൺ ഈസ് azubi.de. അതും ഹൗസ് ബിൽഡിങ്ങിന് ഒത്തിരി എംപ്ലോയേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നൊരു സൈറ്റാണ്. ഫിഫ്ത്തായിട്ട് ഞാൻ പറയുന്ന 2 സൈറ്റ്സാണ് സ്റ്റെപ്സ്റ്റോൺ ആൻഡ് ഇൻഡീഡ്. അത് നോർമൽ ജോബ് ഓപ്പണിങ്സ് വരുന്ന സൈറ്റാണ് കേട്ടോ. അവിടെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഓപ്പണിങ്സും കാണും. പിന്നെ നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലാണ് ഹൗസ് ബിൽഡിംഗ് നോക്കുന്നതെങ്കിൽ ഹോസ്പിറ്റൽസും കെയർ സെൻറ്റേഴ്സിലെ വെബ്സൈറ്റ്സൊക്കെ ഡയറക്റ്റായിട്ട് നോക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ല വേറെ ഏതെങ്കിലും ഫീൽഡിലാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയ കമ്പനീസ് കണ്ടുപിടിച്ചിട്ട് ഡയറക്റ്റ് അവിടുത്തെ കരിയർ പേജസിൽ നിന്നും അപ്ലൈ ചെയ്യാം. ഹൗസ് ബിൽഡിങ്ങിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല, പ്ലേസ്മെൻറ്റ് ഫീസ് ഇങ്ങനെ ഒരു പൈസയും നമ്മുടെ കയ്യിൽ നിന്ന് മുടക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്കാംസിലൊന്നും ചെന്ന് പെട്ടേക്കല്ലോ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.